ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ BNP ചെയർമാൻ താരിഖ് റഹ്മാനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യപരവും പുരോഗമനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ബംഗ്ലാദേശിനെ ഇന്ത്യ തുടർന്നും പിന്തുണയ്ക്കുമെന്നും മോദിയുടെ പോസ്റ്റ് വന്നിട്ടുണ്ട്. വിനീത വിജി വിവരങ്ങളുമായിട്ട്. വിനീത, ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പുതിയ ഭരണത്തിന്റെ വരവ് ഇന്ത്യക്ക് അനുകൂലമാകും എന്ന പ്രതീക്ഷയാണോ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പങ്കുവച്ച എക്സ്പോസ്റ്റിലൂടെ പ്രകടമാകുന്നത്? തീർച്ചയായും GK അങ്ങനെ തന്നെയാണ്. താരിഖ് റഹ്മാനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഇന്ത്യയുമായുള്ള ഒരു സഹകരണവും ഉഭയകക്ഷി ബന്ധവും ഒക്കെ കൂടുതൽ ശക്തമാക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നേരത്തെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മുൻ പ്രധാനമന്ത്രിയായ ഖാലിദ സിയയുടെ വിയോഗത്തിന് ഇന്ത്യൻ പ്രതിനിധി ബംഗ്ലാദേശിൽ പോവുകയും അന്ന് പ്രധാനമന്ത്രി നൽകിയ ഒരു അനുശോചന കുറിപ്പ് താരിഖ് റഹ്മാനെ ഏൽപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ പ്രധാനമന്ത്രിക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇന്ത്യയും ഒപ്പം തന്നെ താരിഖ് റഹ്മാനുമായി വളരെ നല്ലൊരു ബന്ധം നിലനിൽക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഒരു കേവല ഭൂരിപക്ഷവും കടന്ന് വലിയ ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് 151 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷമെങ്കിൽ ഇപ്പോൾ നമുക്ക് അവസാനത്തെ കണക്കുകൾ അനുസരിച്ച് ലഭ്യമാകുന്നത് 200-ലധികം സീറ്റുകളിലാണ് BNP പാർട്ടി വിജയം നേടിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. താരിഖ് റഹ്മാൻ വീണ്ടും അടുത്ത പ്രധാനമന്ത്രിയാവുകയാണ് ബംഗ്ലാദേശിന്റെ. ഒരുപക്ഷെ അത് ഇന്ത്യക്ക് അനുകൂലമാകുന്ന ചില നടപടികളടക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഉൾപ്പെടെ സുരക്ഷ ഉറപ്പാക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇപ്പോൾ താരിഖ് റഹ്മാനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എക്സ്പോസിൽ അഭിനന്ദനം അറിയിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം ബംഗ്ലാദേശിലെ ജനങ്ങൾ താരിഖ് റഹ്മാനുമേൽ പുലർത്തുന്ന വിശ്വാസമെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ജനാധിപത്യപരവും പുരോഗമനവുമായ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ബംഗ്ലാദേശിനെ ഇന്ത്യ തുടർന്നും പിന്തുണയ്ക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.